ഹായ് മക്കളെ. അപ്പോഴേ എല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോഴേ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്നലെ മഴ പെയ്തായിരുന്നു. പിന്നെ ചെടിക്ക് അതുകൊണ്ടൊന്ന് വെള്ളം ഒഴിക്കണ്ട, എല്ലാത്തിനും വെള്ളമായി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഓൺലൈനിൽ സേമിയയുടെ അരി മേടിച്ചെന്ന്. അപ്പോൾ അതിനകത്തുനിന്ന് പൂ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വെച്ച് നല്ല വലിയ പൂവാണ്, പക്ഷേ ഈ പൂ എത്രയാണെന്ന് കാണണ്ടേ. കണ്ട ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, കുഞ്ഞു പൂവ്. പിന്നെ അതാ ഇതും സീനിയുടെ ഒരു ഇനമാണ്, സൂര്യകാന്തി പോലുള്ളത്. പിന്നെ അതിനകത്തൊക്കെ മുട്ട് വന്നിട്ടുണ്ട്, ഈ വിരിയുമ്പോൾ അറിയാം. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇതിനകത്ത് താണ്ടെ പൂ വിരിഞ്ഞിട്ടുണ്ട് കണ്ടോ, നല്ല സ്റ്റൈലും പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ സീനിയുടെ ബാക്കി എല്ലാത്തിലും ചെറിയ 5-6 തൈകൾ വന്നിട്ടുണ്ട്, കുറേ തൈകൾ വന്നിട്ടുണ്ട്, പക്ഷേ പൂവെല്ലാം ചെറുതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകുക. അതൊക്കെ ചായ കുടിച്ചു വരാമല്ലേ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവുക. ഞാൻ രാവിലെ ചായ ഇട്ടിട്ടുണ്ട് കണ്ടോ, ചൂട് ചായ. പിന്നെ ഇന്ന് രാവിലെ കഴിക്കുന്നത് അവിലാണ്, അവിൽ നനച്ചത്. ഈ അവിൽ നനച്ചതിനകത്ത് വളരെ കുറച്ച് മാത്രമേ ശർക്കര ഇട്ടിട്ടുള്ളേ. ഒരു ഇച്ചിരി ശർക്കരയും തേങ്ങയും അവരോട് നല്ലോണം ഞെവിലിയതാണ്. അപ്പോൾ ഇതും ചായയായിട്ട് കഴിക്കാൻ പോവുക. പിന്നെ വേറെ സംഭവം ഞാൻ കാണിക്കാനുണ്ടായിരുന്നു, അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. ലോങ് വീഡിയോയിൽ കാണിക്കാം. ഒരു സംഭവം ഉണ്ടേ, നമ്മുടെ വീട്ടിലെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലൊരു തേങ്ങ ഉണ്ടായിരുന്നു. അതൊന്ന് കുറേ തേങ്ങ ഉണ്ടായിരുന്നു. ഉള്ളിടയ്ക്ക് വെച്ച് ആ തേങ്ങ എല്ലാം അങ്ങ് ചെറുതായിപ്പോയി. അപ്പം ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു സാധനമില്ല. ഞാൻ വിചാരിച്ചത് വേറെന്തോ തിന്നുന്ന ചെറിയ സാധനമാണ്. അത് പൊക്കിയെടുത്ത് നോക്കുമ്പോൾ കണ്ട രണ്ടടേ കുഞ്ഞു തേങ്ങ, ഇത്രയുള്ള തേങ്ങ. നോക്കേ, ഇത് എത്രയുണ്ടെന്ന് നോക്കിയതാ, ഈ ഒരു വിരൽ കണ്ടതാ, കണ്ട ഈ ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ. കണ്ട നോക്കേ, ഈ ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ. ഇത്രയുള്ള തേങ്ങ നിങ്ങൾ ആരെങ്കിലും കണ്ടല്ലോ? നോക്കിയതാ, കണ്ട ഇത് തേങ്ങയുണ്ട്, നല്ല വാറുണ്ട്. ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല, കാരണം ഇതെനിക്കൊരു കൗതുകമായതുകൊണ്ട് ഞാൻ വെച്ചിട്ട് പൊട്ടിക്കുന്നില്ല. ഇങ്ങനെ ഇത് വൃത്തിയാക്കി ഇത് നല്ലോണം പെയിൻ്റൊക്കെ എഴുതി ഷോക്കേസ് വെക്കാം എന്നുള്ള രീതി വെച്ചേക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയുള്ള തേങ്ങ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോഴേ ഞാൻ കഴിക്കാൻ പോവുക. ഇനി ഇത് കഴിച്ചിട്ട് ഗുളിയൊക്കെ കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ചോറ് വെക്കുന്നില്ല, ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ മതി. ഇത് കണ്ടോ, ഇത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത്രയുള്ള തേങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴും ഞാനിനി ചായയൊക്കെ കുടിക്കാൻ പോവുക. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കത്തില്ല. ഞാൻ വിചാരിച്ച് ചോറ് വെക്കാമെന്ന്. അതിന് അരി അരപ്പയിട്ടു. പിന്നെ നമ്മൾ കുറച്ച് കാന്താരി വെച്ച് ചതയ്ക്കുക കേട്ടോ. നല്ലോണം കാന്താരി ചതച്ചിട്ടുമ്പോൾ അതിൻ്റെ സത്തെല്ലാം കിട്ടുമല്ലോ കറിക്കകത്ത്. എന്നിട്ട് തേങ്ങ കുറച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ തേങ്ങാക്കറി വെക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ ഒരു മാങ്ങയുണ്ട്, ഒരു മാങ്ങയും കൂടെ അരിയണം കണ്ടോ, മാങ്ങ അരിയണം. അപ്പം നമ്മുടെ മീനെന്ന് പറയുന്നത് അത് അരിയറപ്പേ കിടക്കുന്നു. മീനെന്ന് പറയുന്നത് വേണ്ടേ, പൊന്നാര വേണ്ട, പൊന്നാര ഇത് 50 രൂപയുടെ പൊന്നാര വേണേ. അപ്പോൾ ഇത് ഇച്ചിരി തേങ്ങ അരച്ച് കറി വെക്കാൻ നല്ലോണം വറുക്കാമെന്ന് വെച്ച്. അപ്പം ഞാനിനി ഇതെല്ലാം ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ പൊന്നാര തേങ്ങ അരച്ച് വെച്ചത് കണ്ടോ, അത് വെന്തിട്ടുണ്ട്. ഇച്ചിരിയുടെ ചെറുതായിട്ടൊന്ന് കുറുവിട്ട്. നമ്മുടെ ചോറുണ്ടല്ലോ അതുകൊണ്ടേ എന്തുകൊണ്ടേ ഇരിക്കുന്നു, നല്ല വേഗമുണ്ട്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം കണ്ടോ, നല്ല അടിപൊളി ഉറിഞ്ചു മാങ്ങതാ തൊടുന്നത്. നല്ല മധുരമായത്, നല്ല മധുരവും നല്ല മണവും. ഒത്തിരി ഉണ്ടായിരുന്നു, ഇന്നലെ മുതലേ തീറ്റ തുടങ്ങിയതാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മധുരവും നല്ല മണം. അപ്പം ഇന്ന് രാവിലെ ഇത് 3 എണ്ണം കഴിച്ചിട്ട് ഇപ്പോൾ അടുത്തൂടെ കഴിക്കാൻ പോവാം. കൊതി, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. നിങ്ങൾക്കൊക്കെ മാമ്പഴം കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? കടയിലെ കൊള്ളത്തില്ല കേട്ടോ, മധുരമൊന്നുമില്ല. പക്ഷെ ഇത് ഇതൊരു വീട്ടിലെയാണ്, നല്ല മണവും നല്ല മധുരം. അപ്പം ഞാൻ കഴിക്കട്ടെ. ഉച്ചയ്ക്ക് ചോറിനാ നേരത്തെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് 2-3 കഷ്ണം ഞാൻ എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരിയൊക്കെ വെന്ത് കറിയും ഓഫ് ചെയ്ത് മീനൊക്കെ വറുത്ത് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ നമ്മൾ കാണിക്കാം. അപ്പോഴും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് രസം ഇടുന്നത്. പിന്നെ 2-3 മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മീൻ കറി. അപ്പോൾ ചോറ്, ഇപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ച് വെച്ചേക്ക്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പാൻ പോവുക. നമുക്ക് ചോറ് വിളമ്പാം. നമുക്ക് ചൂട് ചോറ് അങ്ങോട്ടിടാം. കണ്ട നല്ല ചൂട് ചോറ്. പിന്നെ നമ്മൾ നല്ല
വറ്റിച്ച് വെച്ച ചുവന്ന മീൻ കറി തേങ്ങ അരച്ച് വെച്ച കണ്ട നല്ല സ്റ്റൈലും കറിയാണ്. നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. മാങ്ങ ഇട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. കണ്ട നല്ല കറി അങ്ങോട്ട് ഒഴിച്ച് പിന്നെ രണ്ട് മീനെടുക്കാം വറുത്തത്. രണ്ട് മീനും എടുത്ത് കുറച്ച് രസം, ഇത്രയാണ് എൻ്റെ ഊണ്. ഞാൻ ഇനി ചോറ് കഴിക്കാൻ പോവാം. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരട്ടെ. വിളക്കെല്ലാം കത്തിച്ചു. ഇപ്പോൾ അമ്മ വിളക്കെല്ലാം കത്തിച്ച് തൊഴുത് ഇനിയിപ്പോൾ 7:30 മണി 8 മണി ആവാറായിരുന്നു. അപ്പം അമ്മയ്ക്ക് നേരത്തെ ആഹാരം കഴിക്കണം. ഞാൻ ഇനി രാത്രിത്തെ ചോറ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, ഉച്ചത്തെ ആഹാരം തന്നെ. അപ്പോഴേ അമ്മ ഇത് കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മക്കളും മറക്കരുത്, അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത് കേട്ടോ മക്കളെ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.